വർഷമായി തോരണങ്ങൾ. മലപ്പുറം നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷനുകളിൽ അപകടം വരുത്തുന്ന തോരണങ്ങൾ അനുവദിക്കരുത്. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലപ്പുറത്ത് ഈയിടെ സമാപിച്ച ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടപ്പടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന തോരണങ്ങളാണിത്. പ്രത്യക്ഷമായി തന്നെ അറിയാം ഏറെ അപകടങ്ങൾ വരുത്തിയേക്കാവുന്ന തരത്തിലാണ് ഇത് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത് എന്ന്. ഇത് ഈ സംഘടനയുടെ മാത്രം കാര്യമല്ല. വലിയ സമ്മേളനങ്ങളും മറ്റും നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ മതസംഘടനകളും ജംഗ്ഷനുകളിൽ ഇത്തരം അലങ്കാരങ്ങളും തോരണങ്ങളും വെക്കാറുണ്ട്. കോട്ടപ്പടിയിലെ ഈ റൗണ്ട് അബൌട്ടിൽ ഇങ്ങനെ അലങ്കരിക്കുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ഏതാനും ദിവസങ്ങളെ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അതിനിടയിൽ തന്നെ അപകടങ്ങൾ പതിവാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങൾ ഉണ്ടാവാതെ പോയതെന്ന് ഡ്രൈവർമാർ പറയുന്നു. പരസ്യങ്ങളും തോരണങ്ങളും ബോർഡുകളും ഒന്നും അനുവദിക്കില്ല എന്ന് ഇടയ്ക്ക് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വരുമ്പോൾ നഗരം വൃത്തിയായി ഉണ്ടാകും. ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വീണ്ടും ബോർഡുകൾ ഉയർന്നു തുടങ്ങും. ചില സംഘടനകളുടെ ബോർഡുകൾ സമ്മേളനം കഴിഞ്ഞും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാലും അവിടെ നിന്ന് മാറ്റിവെക്കാറില്ല. മലപ്പുറം കുന്നുമ്മൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീരുവോളം ഇത് തന്നെയായിരിക്കും സ്ഥിതി. വലിയ സമ്മേളനങ്ങളും മറ്റും നടത്തുമ്പോൾ തോരണങ്ങൾ പാടെ വേണ്ട എന്നല്ല, ചെറിയ രീതിയിലൊക്കെ ആവാം. ഒപ്പം നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ എന്നെന്നും ഓർക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ബസ് സ്റ്റോപ്പോ വായനശാലയോ അതുപോലുള്ള എന്തെങ്കിലുമായി നാടിനും നാട്ടുകാർക്കും ഒരുപാട് കാലം പ്രയോജനകരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതാവും കൂടുതൽ നല്ലത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ പാർട്ടിയെയും ആ നന്മയും ഓരോ കാലത്തും വാഴ്ത്തപ്പെടും. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.